ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 ഫെബ്രുവരിയിൽ നടന്ന 5ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷയുടെ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ വർഷം എക്സാം പൊതുവേ നല്ല സിമ്പിളായിരുന്നു. കാരണം നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ 2024 വന്ന ചോദ്യപേപ്പറിലുള്ളത്. പുതുതായിട്ടൊരു ചോദ്യവും വ്യത്യാസപ്പെട്ടൊന്നും വന്നിട്ടില്ല. നമ്മളത് റിവിഷനായിട്ട് ചെയ്തവർക്കൊക്കെ പൊതുവെ നല്ല സുഖമായിട്ട് എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ചോദ്യപേപ്പറിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1 മുതൽ കോളത്ത് ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ് ഒന്നാമത്തത്? മയ്യിത്ത് നിസ്കാരത്തിലെ തക്ബീറുകൾ. മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകളാണുള്ളത്? 4 തക്ബീറുകളാണുള്ളത്. അപ്പോൾ ഞാൻ റിവിഷനായിട്ട് കൂടുതൽ പറയുന്നില്ല. നമ്മൾ എല്ലാം വിശദമായിട്ട് മറ്റു ചോദ്യപേപ്പറിൻ്റെ കൂടെ വിശദമായിട്ട് ചെയ്ത് ആണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. മയ്യിത്ത് നിസ്കാരങ്ങൾക്ക് 4 തക്ബീറുകളാണുള്ളത്. അടുത്തത്, ഒരാൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഒരാൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാണ്? 1 സോ ആണ്. 1 സോ 4 മുദ്. 1 സോ എന്ന് പറഞ്ഞാൽ 4 മുദ്. അപ്പോൾ ഇവിടെ 4 സോ എന്നൊക്കെ വന്നാൽ നമ്മൾ മാറിപ്പോവരുത്. 1 സോ ആണ് ഒരാൾക്ക് വേണ്ടിയിട്ട്, അത് 4 മുദ്ദാണ്. മനസ്സിലാക്കാം. അപ്പോൾ 4 മുദ് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ശരി രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ 4 സോ, 1 സോ, 1 മുദ് അങ്ങനെയാണ് വന്നത് കേട്ടോ. അപ്പോൾ 1 സോ ആണ് ഒരാൾക്ക് വേണ്ടിയുള്ള ഫിത്ർ സക്കാത്ത്. അടുത്തത്, അറഫ നോമ്പ് നോൽക്കൽ ഏത് മാസത്തിലാണ്? അറഫ ഏത് മാസത്തിലാണ്? ദുൽഹിജ്ജ മാസത്തിലാണ്. ഹജ്ജ് മാസത്തിലാണ് അറഫ. അപ്പോൾ നമുക്കവിടെ ദുൽഹിജ്ജ എന്നതിൽ ശരി അടയാളപ്പെടുത്തി കൊടുക്കാം. അടുത്തത്, കച്ചവട സാധനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം. കച്ചവട സാധനങ്ങൾക്ക് അതിൻ്റെ 2.5%. 2.5%ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വെള്ളി, സ്വർണം എന്നിവയുടെ പോലെ തന്നെയാണ് കച്ചവട സാധനത്തിനും അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. അതിൻ്റെ വിലയുടെ 2.5%. അങ്ങനെ മനസ്സിലാക്കി വെക്കട്ടോ. ഇവിടെ നമുക്ക് 2.5 എന്നത് അടയാളപ്പെടുത്താം. അടുത്തത്, ഇസ്ലാം നിരോധിച്ച കാര്യം. എന്താണ് ഇസ്ലാം നിരോധിച്ച കാര്യം? ഇവിടെ ധൂർത്ത്, വിവാഹം, ഷെയർ ബിസിനസ്. അപ്പോൾ ഇതിൽ ഇസ്ലാം നിരോധിച്ച കാര്യമാണ് എന്ത്? ധൂർത്ത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. അപ്പോൾ അത് ശരി അടയാളപ്പെടുത്താം. കുട്ടികൾ വിൽക്കാൻ പാടില്ല. കുട്ടികൾ വിൽക്കാൻ പാടില്ലാത്തത് എന്താണ്? ഇവിടെ മത്സ്യം, പച്ചക്കറി ഇങ്ങനെയുള്ള ചെറുകിട സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വിൽക്കാം. സ്വർണം, വസ്തു അങ്ങനെയുള്ള വലിയ ഇടപാടുകളൊന്നും കുട്ടികൾ നടത്താൻ പാടില്ല. അപ്പോൾ ഇവിടെ സ്വർണം എന്നത് നമുക്ക് ശരിയാപ്പെടുത്താം. ഇനി ചേരുംപടി ചേർക്കാനാണ്. 1, ജംറകൾ സ്ഥിതി ചെയ്യുന്നത്. ജംറകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജംറകൾ മിനായിലാണ്. മിനായിലാണ് ജംറകൾ. ദുൽഹിജ്ജ 10 രാവിലെ വീണ്ടും മിനായിലേക്ക് നീങ്ങി ജംറത്തുൽ അക്ബയെ കല്ലെറിയാൻ 7 കല്ലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ജംറകൾ സ്ഥിതി ചെയ്യുന്നത് മിനായിലാണ്. മസ്ജിദുൽ അരീസ് സ്ഥിതി ചെയ്യുന്നത് ബദറിലാണ്. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധവേളയിൽ ടെൻറ്റ് കെട്ടി പ്രാർത്ഥിച്ച സ്ഥലം. അവിടെ സ്ഥിതി ചെയ്യുന്ന മസ്ജിദാണ് മസ്ജിദുൽ അരീസ്. അപ്പോൾ ബദർ അതിൻ്റെ ഈ എഴുതാം. അടുത്ത, നിക്കാഹ് നടത്തൽ സുന്നത്താണ്. മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തൽ സുന്നത്താണ്. അപ്പോൾ അതിൻ്റെ എഴുതാം. അടുത്തത്, ഹംസത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ഉഹുദിലാണ്. ഹംസത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ വരുന്നത്. അവിടെ ഉഹുദിൽ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുകളുള്ളത്. അപ്പം മനസ്സിലാക്കുക. അതൊക്കെ മോഡൽ ക്വസ്റ്റ്യനിൽ വന്നതാണ്. എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അടുത്തത്, ഹാജിമാർ ദുൽഹിജ്ജ 9 നിൽക്കണം. എവിടെയാണ്? അറഫയിലാണ് ദുൽഹിജ്ജ 9 നിൽക്കേണ്ടത്. അറഫ. അപ്പം അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? നോമ്പിലുള്ള തെറ്റുകൾ ഡാഷ് ശുദ്ധീകരിക്കും. എന്താണ്? നോമ്പിലുള്ള തെറ്റുകൾ ഫിത്ർ സക്കാത്ത് ശുദ്ധീകരിക്കും. മനസ്സിലാക്കുക. ഫിത്ർ സക്കാത്ത് എഴുതാം. അടുത്തത്, 20 മിസ്കാൽ ഏകദേശം ഡാഷ് ഗ്രാമാണ്. 85 ഗ്രാമാണ്. 20 മിസ്കാല്
ഏകദേശം 85 ഗ്രാമാണ് സ്വർണത്തിൻ്റെ നിസാബാണ്. അടുത്തത് മയ്യിത്തിൻ്റെ ഡാഷ് മണ്ണിലേക്ക് ചേർത്ത് വെക്കാം. എന്താണ്? കവിൾത്തടം മണ്ണിലേക്ക് ചേർത്ത് വെക്കണം. മയ്യിത്തിൻ്റെ കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ കവിൾത്തടം എന്ന് എഴുതാം. അടുത്തത് എന്താണ്? ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ഡാഷ് കൂടുതൽ ഓർക്കുന്നവനാണ്. എന്താണ്? മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന് മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. അടുത്തത് വധുവും വരനും മുസ്ലിം ആവൽ ഡാഷിൻ്റെ ഷർത്താണ്. എന്താണ്? നിക്കാഹിൻ്റെ ഷർത്താണ്. വധുവും വരനും മുസ്ലിം ആവൽ നിക്കാഹിൻ്റെ ഷർത്താണ്. അടുത്തത് മാതാപിതാക്കളുടെ ഖബർ എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും. എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും. മനസ്സിലാക്കുക. അടുത്തത് ജന്നത്തുൽ ബക്കിയ മക്കയിലോ മദീനയിലോ? ജന്നത്തുൽ ബക്കിയ മദീനയിലാണ്. ജന്നത്തുൽ മുഅല്ലയാണ് മക്കയിൽ. അപ്പോൾ മനസ്സിലാക്കണേ, ജന്നത്തുൽ ബക്കിയ മദീനയിലും ജന്നത്തുൽ മുഅല്ലയാണ് മക്കയിൽ. മനസ്സിലാക്കുക. അടുത്ത സക്കാത്തിൻ്റെ അവകാശികൾ എത്ര? സക്കാത്തിൻ്റെ അവകാശികൾ 8 8 പേരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. ആരൊക്കെയായിരുന്നു? ഫക്കീർ, മിസ്കീന്, കടമുള്ളവൻ, യാത്രക്കാരൻ, പുതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. അങ്ങനെ 8 പേരാണ്. മനസ്സിലാക്കുക. അപ്പോൾ 8 സക്കാത്തിൻ്റെ അവകാശികൾ. അടുത്തത് മുഹറം 10 നോമ്പിന് പറയുന്ന പേര്. മുഹറം 10 പറയുന്ന പേരെന്താണ്? 10 അഷറ എന്നാണ് പറയുക. നമ്മൾ പറഞ്ഞില്ലേ, ഉദാഹരണമൊക്കെ സഹിതം നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. 10 അഷറ എന്നാണ് പറയുക. അപ്പം മുഹറം 10 ആഷൂറാ. അഷറ എന്നുള്ളതിൻ്റെ ആഷൂറാ എല്ലാവർക്കും മനസ്സിലാക്കി വെക്കുക. ആഷൂറാ. തിസ് എന്നതിന് മുഹറം 9 തിസ്, അതിന് താഷുആ എന്ന് പറയും. താഷുആ. അപ്പോൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത് മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എത്ര? മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലമുള്ള മസ്ജിദാണ്. ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലമുള്ള മസ്ജിദാണ് മസ്ജിദുൽ ഹറാം. മനസ്സിലാക്കുക. അടുത്തത് തവാഫ് ചെയ്യുമ്പോൾ കഅബ ഏത് ഭാഗത്താവണം? തവാഫ് ചെയ്യുമ്പോൾ കഅബ ഷരീഫയ ഇടതു ഭാഗത്താക്കി ഹജറുൽ അസ്വദിന് നേരെ തിരിഞ്ഞ് കഅബാലയത്തെ ചുറ്റും. അതാണ് തവാഫ്. അപ്പം ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുക. കഅബ ഇടതു ഭാഗത്താണ് വരേണ്ടത്. അപ്പം കഅബ ഏതു ഭാഗത്താവണം എന്ന് വെച്ചാൽ ഇടതു ഭാഗത്ത്. മനസ്സിലാക്കുക. അടുത്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ മക്കയിൽ എവിടെ? മക്കയിലെവിടെയാണ്? ജന്നത്തുൽ മുഅല്ല. ജന്നത്തുൽ മുഅല്ലയിലാണ് ഖദീജ ബീവിയുടെ ഖബറുള്ളത്. അപ്പം മനസ്സിലാക്കുക കേട്ടോ. അവിടെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഖാസിം റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബർ ജന്നത്തുൽ മുഅല്ലയിലാണ്. അത് മക്കയിലാണ്. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം? ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം. മനസ്സിലാക്കുക. അടുത്തത് മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ എന്തു ചൊല്ലണം? മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലി മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കും. അപ്പം അത് എഴുതാം. കണ്ണുകൾ അടയ്ക്കുമ്പോഴും മയ്യിത്തിൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോഴും അത് തന്നെയാണ് നമ്മൾ പറയുക, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അടുത്തത് സക്കാത്ത് നിർബന്ധമുള്ള വസ്തുക്കൾ ഏതെല്ലാം? സക്കാത്ത് നിർബന്ധമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, മുന്തിരി, ഈത്തപ്പഴം, ഭക്ഷ്യധാന്യം, ആട്, മാട്, ഒട്ടകം എന്നിവക്കാണ്. സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നീ വസ്തുക്കളിലാണ് സക്കാത്ത് നിർബന്ധമുള്ളവ. അവ നിസാബെത്തിയാൽ സക്കാത്ത് നൽകണം. മനസ്സിലാക്കുക. അടുത്തത് നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഏതൊക്കെയാണ് നോമ്പുകാരൻ്റെ 2 സന്തോഷങ്ങൾ? ഒന്ന്, നോമ്പ് മുറിക്കുമ്പോഴും പരലോകത്ത് വെച്ച് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. നോമ്പുകാരന് 2 സന്തോഷമാണ്. നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. മനസ്സിലാക്കുക.
അടുത്തത് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമാകുന്നതോടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. മനസ്സിലാക്കുക. അടുത്തത് സുന്നത്ത് നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന നേട്ടമെന്ന്. നേട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആരെങ്കിലും അല്ലാഹു തആലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പനുഷ്ഠിച്ചാൽ അവനെ 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റും. ആരെങ്കിലും അല്ലാഹു തആലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പനുഷ്ഠിച്ചാൽ അവനെ 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനസ്സിലാക്കുക. അടുത്തത് ഉംറയുടെ നിയ്യത്ത്. ഉംറക്ക് നിയ്യത്ത് ചെയ്യണം. എങ്ങനെയാണ് ഉംറക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്? നവൈത്തുൽ ഉംറത വഹറംതു ബിഹാ ലില്ലാഹി തആല. നവൈത്തുൽ ഉംറത വഹറംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ അല്ലാഹു തആലക്ക് ഉംറ നിർവഹിക്കാൻ കരുതി, ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു. ഇങ്ങനെ ചെയ്യലാണ്. ഇതിലേതെങ്കിലും ഒന്ന് അറബിയിലാണെങ്കിൽ അറബി, അർത്ഥത്തിലാണെങ്കിൽ അത് എഴുതാം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? കുറിപ്പ് എഴുതാനാണ് 5 വരിയിൽ കുറയാതെ. മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതണം. മയ്യിത്ത് നിസ്കാരത്തിൽ 4 തക്ബീറുകളാണുള്ളത്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും 3-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസ്ലഹു എന്ന ദുആവും 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. ഇതാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം. അപ്പം അതിൽ 3-ാം തക്ബീറിന് ശേഷമുള്ള ദുആ വലുതാണ്. അപ്പം നമുക്ക് അത്രയും എഴുതാൻ ഇവിടെ കഴിയൂല, അതുകൊണ്ട് ചുരുക്കി എഴുതി പറഞ്ഞതാണ്. അടുത്തത് നമുക്ക് നോമ്പിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. നോമ്പിൻ്റെ മഹത്വം പാഠഭാഗത്ത് പറഞ്ഞ് എന്താണ്? നോമ്പെടുക്കുക നിങ്ങൾ ആരോഗ്യവാന്മാരാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോമ്പെടുക്കുക നിങ്ങൾ ആരോഗ്യവാന്മാരാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കണം, അവക്കും പ്രതിഫലമുണ്ട്. ആരെങ്കിലും അല്ലാഹു തആലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവന് 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റും. അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റും. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. നോമ്പ് പരിചയമാണ്. അപ്പം എത്ര എഴുതി? 5 വരി കുറയാതെ എഴുതാൻ. അപ്പോൾ അതിൽ സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പാഠത്ത് പറഞ്ഞത്. അപ്പോൾ സുന്നത്ത് നോമ്പുകളെ പറ്റി പറഞ്ഞേക്കാണ്. നമുക്ക് അതിൽ സുന്നത്ത് നോമ്പുകൾ ഏതൊക്കെയാണ് അതിനൊക്കെ കുറിച്ചൊക്കെ എഴുതാം. അപ്പോൾ ഇവിടെ നോമ്പിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത്ര എഴുതി ചുരുക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഫിഖ്ഹുൽ ഇസ്ലാമിലെ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ നമ്മൾ പാഠത്തെക്കുറിച്ചുള്ള റിവിഷനും ഇനി ഓരോ പാഠത്തു നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നതിനെയൊക്കെ കുറിച്ചൊക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ആ വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തി പഠിക്കുക. ഇതിൽ ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മുമ്പുള്ളതിലൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലഭിക്കാത്തവർ പ്ലേലിസ്റ്റ് എടുത്താൽ ഓർഡറിൽ എക്സാമിൻ്റെ ചോദ്യപേപ്പർ മാത്രമായിട്ട് ഞാൻ ചെയ്തതുണ്ട്. പിന്നെ അത് ലഭിക്കാത്തവർ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, അവർക്ക് ഞാൻ പ്ലേലിസ്റ്റ് അയച്ചു തരാം. 82 89 89 29 85. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക, നന്നായി പഠിക്കുക, ഉന്നത വിജയം നേടുക. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.